നമസ്കാരം. സമഗ്രയിലേക്ക് സ്വാഗതം. രണ്ടാമത് വണ്ടി മുകുന്ദൻ സ്മാരക അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന് തുടക്കമായി. കൂത്തുപറമ്പ് നഗരസഭ ഫ്ലഡ്ലിറ്റ് സ്റ്റേഡിയത്തിൽ മുൻ കായിക വകുപ്പ് മന്ത്രി EP ജയരാജൻ ഉദ്ഘാടനം നിർവഹിച്ചു. രണ്ടാമത് വണ്ടിയായി മുകുന്ദൻ സ്മാരക അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന് തുടക്കമായി. കൂത്തുപറമ്പ് നഗരസഭ ഫ്ലഡ്ലിറ്റ് സ്റ്റേഡിയത്തിൽ മുൻ കായിക വകുപ്പ് മന്ത്രി EP ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. സമഗ്ര സംഭാവനകൾ നൽകിയ കേരളത്തിലെ പ്രിയങ്കരനായ മുൻ കായിക വകുപ്പ് മന്ത്രി ഗോൾ സ്കോർ ചെയ്തുകൊണ്ട് EP ജയരാജൻ അവർക്ക് ഇന്ന് ഫുട്ബോൾ ലോകരംഗത്ത് ശ്രദ്ധേയമായിട്ടുള്ളൊരു കായിക വിനോദം. ഒരു കാലഘട്ടത്തിൽ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാം സ്ഥാനത്ത് വന്നിരുന്നത് ഫുട്ബോൾ കായിക മേഖലയായിരുന്നു. പിന്നീടാണ് ക്രിക്കറ്റ് ആ രംഗം കൈയടക്കി. ഇന്ന് ക്രിക്കറ്റും ഫുട്ബോളും ലോക കായിക രംഗത്തെ ഏറ്റവും പ്രശസ്തമായ രണ്ട് കായിക വിനോദങ്ങളാണ്. കേരളം വളരെ പഴയ കാലം മുതൽ തന്നെ ഈ ഫുട്ബോൾ രംഗത്ത് വളരെയധികം സംഭാവന ചെയ്തിട്ടുള്ള നാടാണ്. അത്തരമൊരു നാടിൻ്റെ കൂടി പാരമ്പര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് നിങ്ങളിവിടെ ഏതാണ്ട് ഒരു 22 ടീമുകൾ അണിനിരക്കുന്ന ഒരു വലിയ സംരംഭത്തിന് തുടക്കം കുറിച്ചിട്ടുണ്ട്. മാനസികമായും ശാരീരികമായും മനുഷ്യന്റെ കരുത്തും ശക്തിയും വർദ്ധിപ്പിക്കാൻ കഴിയുന്ന ഒരു വിനോദമാണ്. നഗരസഭാ ചെയർപേഴ്സൺ V ഷിജിത്ത് അധ്യക്ഷത വഹിച്ചു. സെവൻസ് ഫുട്ബോൾ അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി S സുമേഷ്, സെവൻസ് ഫുട്ബോൾ അസോസിയേഷൻ സംസ്ഥാന ട്രഷറർ എളയടത്ത് അഷ്റഫ്, വത്സൻ പനോളി, ടൂർണമെന്റ് കമ്മിറ്റി കൺവീനർ CM സുധീർ കുമാർ, C പത്മൻ, V മുകുന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു. ടൂർണമെന്റിൽ കേരളത്തിനകത്തും പുറത്തുനിന്നുമായി 22ഓളം ടീമുകൾ മാറ്റുരക്കും. 3500ഓളം പേർക്ക് ഇരിക്കാവുന്ന ഗാലറിയും സജ്ജമാക്കിയിട്ടുണ്ട്. എല്ലാ ദിവസവും രാത്രി 8 മണിക്കാണ് മത്സരം. പ്രവേശനം പാസ് മൂലം നിയന്ത്രിക്കും. സമഗ്ര ന്യൂസ്, കൂത്തുപറമ്പ്.